ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് ഒരു ഫ്രൈഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫാണ്. ഫ്രൈഡേയിൽ സ്പെഷ്യൽ റെസിപ്പീസും അതുപോലെ തന്നെ വിശേഷങ്ങളും ഒരുക്കങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും വളരെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ സുബഹി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളിയാഴ്ച ആണെങ്കിലും നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ അധികം ദൂരമൊന്നും നടന്നിട്ടില്ല, കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ നടന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അധികം ഇന്ന് സമയം അങ്ങ് പോകാൻ പറ്റൂല. കാര്യം റഫീഖക്ക് നേരത്തെ തന്നെ പോകണം കേട്ടോ. ഒരു 7-7:15 ആകുമ്പോഴത്തേക്ക് റഫീഖക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ കുളിയും ഫ്രഷ് ആകലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച മൊത്തത്തിലൊരു വേഗം പണി തീർക്കുക എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. വേഗം പണി തീർത്തൊന്ന് ഫ്രീ ആകാൻ വേണ്ടി നോക്കലുണ്ട്. അപ്പോൾ കുളി അങ്ങ് പെൻഡിങ് ആയി പണി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് ചോദിച്ചു തന്നാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ വിട്ട് സമയം നീട്ടിക്കൊണ്ടുപോകും. രാവിലെ കുളി കഴിഞ്ഞ് അങ്ങ് ഫ്രഷ് ആയിട്ട് വന്നാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു നല്ല ഉഷാറായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ അധികവും അങ്ങനെ തന്നെയാണ്. വെള്ളിയാഴ്ച ഒന്നും കൂടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതാ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. വെള്ളിയാഴ്ച നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ വേഗം ഉണ്ടാക്കലുണ്ട്. റഫീഖ അധികവും എന്തെങ്കിലും സാൻഡ്വിച്ച് ടൈപ്പ് അങ്ങനെ എന്തെങ്കിലുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ്സോ നട്ട്സോ എന്തെങ്കിലും കഴിച്ചിട്ടാണ് കേട്ടോ പോവുക. കാര്യം അവർക്ക് അവിടെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും അവരോട് ബ്രേക്ക്ഫാസ്റ്റ് അവർ മെസ്സ് ഉണ്ട്. അപ്പോൾ അവരവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇവിടുന്ന് ഇത്ര നേരത്തെ റഫീഖക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഞാൻ എന്തായാലും ആക്കണം. അപ്പോൾ കഴിക്കാണ്ട് പോകുമ്പോൾ നമുക്കും ഒരു സമാധാനക്കേടല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്നും ആക്കി കൊടുക്കലുണ്ടേ. ഇന്ന് പിന്നെ പത്തിരിയും കറിയാണ് ആക്കുന്നത്. അപ്പോൾ അത് തന്നെ അങ്ങ് വേഗം ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെള്ളിയാഴ്ച നമുക്ക് വേഗം പണി തീർത്ത് ഫ്രീ ആയിട്ട് കുറച്ച് സമയം നമസ്കാരത്തിനും ഓത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോറിൻ്റെ മുമ്പ് തന്നെ കയറാൻ വേണ്ടി ശ്രമിക്കലുണ്ട് കേട്ടോ കഴിയുന്നതും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് രാവിലെ നമുക്ക് വെള്ളിയാഴ്ചകളിൽ ഉണ്ടാവുക. മാത്രമല്ല വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്പെഷ്യലായിട്ട് ഒരു എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ദിവസമാണ്. തലേ ദിവസം തൊട്ടേ നമ്മൾ ഒരു പ്ലാൻഡ് അല്ലേ, നമ്മൾ ഖുർആൻ ഓതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് ഓതാനുള്ള കാര്യങ്ങളൊക്കെ ഓതി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനിത് അങ്ങനെ എടുത്തു പറയുന്നത് എല്ലാം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. നമ്മൾ ആ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചൻ്റെ ആ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തലേ ദിവസമേ ഉണ്ടാവൂലേ. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പണി. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അടിച്ചു വാരലും എന്നും ചെയ്യും. തുടക്കൽ അതുപോലെ തന്നെ കല്ലിൽ അലക്കുക അങ്ങനത്തെ കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കുന്ന പണികളൊന്നും വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വെക്കലില്ല കേട്ടോ. അത് അത്യാവശ്യമില്ലാത്ത വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, നമ്മൾ പ്ലാൻ ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്, അതൊന്നും വെള്ളിയാഴ്ചത്തേക്ക് അങ്ങനെ മാറ്റി വെക്കില്ല. വേഗം തീർക്കാൻ പറ്റുന്ന ഡെയിലി ഉള്ള ആ ഒരു നമ്മളൊരു ക്ലീനിങ് സംഭവങ്ങളുണ്ടാവില്ല, ഒരു റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് പോകുമല്ലോ, അത് മാത്രമേ വെള്ളിയാഴ്ച ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രയറും കാര്യങ്ങളും അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കൽ. അന്നത്തെ ദിവസം തലേ ദിവസം നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസം ഞാൻ കുറേയൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലാണ്. ഇന്ന് ഞാനൊരു ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയാണ്, എല്ലാവർക്കും ഈസി തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ കറിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഈ കറിയില്ലേ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കറി പെട്ടെന്ന് ആവുകയും വേണമല്ലോ. ഈ ഇറച്ചി മീൻ അങ്ങനത്തതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കേണ്ട കാര്യമല്ലേ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ പത്തിരീൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ വരെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാനും വേണ്ടി പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. കിഴങ്ങ് കുറവാണ്, അതുകൊണ്ട് 2 സവാള എടുത്തു. സവാള
കറിവേപ്പില ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ആ ഒരു സമയം ഇപ്പുറത്ത് ഞാൻ പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ, പത്തിരിക്ക് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഇതാ പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ, വെള്ളം തിളക്കുമ്പോൾ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തു, അതിലേക്ക് നമ്മൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ പത്തിരിക്ക് അങ്ങനെ ഒരു കണക്കാക്കി വെള്ളം വെക്കലില്ല കേട്ടോ, കുറച്ച് കൂടുതലങ്ങ് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റും. ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിക്കേണ്ടി വരും, ചിലപ്പോൾ ഒഴിക്കേണ്ടി വരില്ല, കറക്റ്റായിട്ട് വരും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ, പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. കാര്യം അത് ഒരു അരിപ്പൊടിക്ക് നമ്മൾ കറക്റ്റാക്കി വെള്ളം എടുക്കുകയാണെങ്കിൽ അടുത്ത് നമ്മൾ കിട്ടുന്ന അരിപ്പൊടിക്ക് ആ ഒരു കറക്റ്റ് വെള്ളം ആയിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ ഞാൻ ഉള്ളി ഒരു 2 മിനിറ്റ് വഴന്ന് വന്നപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ കിഴങ്ങില്ല, ഞാൻ 2 ചെറിയ കിഴങ്ങാട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതിട്ട് കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. രാവിലത്തെ കറിയല്ലേ, ഒരുപാട് സ്പൈസിയും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ഒരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സവാള വഴറ്റുന്ന ആ സമയത്ത് ഇട്ട് കൊടുത്തോ, എന്നാലും ആ ഫ്ലേവറൊക്കെ കിട്ടുമേ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു മിക്സിൽ നമ്മൾ ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ മാറിയിട്ട് വരട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി, കുറേ നേരമൊന്നും, 1 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കറി. ജസ്റ്റ് മിക്സാക്കി കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവുന്നൊരു സമയം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും 2 മിനിറ്റ് വെച്ച് കൊടുത്താൽ വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂലേ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട്, അപ്പോഴാണ് അത് നല്ല അടിപൊളി കറിയായിട്ട് മാറുന്നത് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മളെ പൊടി കുഴച്ചതില്ലേ, വാട്ടിയെടുത്തതില്ലേ, അതൊന്ന് ഒന്ന് കുഴച്ച് ഉരുട്ടി പരത്തി റെഡിയാക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ കുക്കറൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെന്തൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ പത്തിരിത്തവ ചൂടായിട്ട് വരട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ അപ്പോൾ നമ്മളെ കിഴങ്ങൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉടച്ചു കൊടുക്കണമെങ്കിൽ ഉടച്ചു കൊടുത്താൽ മതി. ഇവിടെ റഫീഖക്ക് അതിങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കാൻ പാടില്ല, ഉരുളക്കിഴങ്ങ് കാണാൻ പാടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കറികളിൽ ഉടക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ തൽക്കാലം എന്തായാലും ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളിഷ്ടത്തിനാക്കി എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്കില്ലേ ഞാനിപ്പോൾ ഇതാ കുക്കറിൽ നിന്ന് ജസ്റ്റ് അതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിങ്ങനെ കുഴിയിലേക്ക് ഇങ്ങനെ കാണാൻ കുറച്ച് പണിയാണ് നമ്മൾ ക്യാമറ വെക്കുമ്പോൾ, അതുകൊണ്ട് മാറ്റിയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കുക്കറിൽ നിന്ന് തന്നെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അത് ഒഴിച്ച് കൊടുക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. നല്ല ടേസ്റ്റാട്ടാ ഇങ്ങനെ ചെയ്തെടുത്താൽ. ഒരുപാടങ്ങ് വെള്ളമാക്കണ്ട, ഇതുപോലെ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മളെ മൈസൂർ മല്ലിയില്ലേ, അതാണ് കേട്ടോ എടുക്കുന്നത്. ഇതാണ് കേട്ടോ സംഭവം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇന്ന് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഇടയിൽ കുറേ കാട് വളർന്നിട്ടുണ്ട്, അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ മഴയും കൂടെ പെയ്തപ്പോൾ നല്ല കാടും അതുപോലെ തന്നെ മല്ലിയിലയും അപ്പുറത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇത് നല്ലതാണ്, നമുക്ക് ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോളിന് ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് വെള്ളം തിളക്കുന്ന വെള്ളത്തിൽ ഇതിട്ട് കുടിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് കുടിക്കുന്നത്. പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ബിരിയാണിയിലേക്കൊക്കെ നമ്മൾ ഈ ഒരു മല്ലിയില എടുക്കലുണ്ട് കേട്ടോ, നല്ലതാണ്. ഇത് മൈസൂർ മല്ലി എന്നാണ് നമ്മളിവിടെ പറയാം. മൈസൂരിൽ ഇത് ഉള്ളതാണോ അതെനിക്കറിയില്ല കേട്ടോ, അതിങ്ങനെ പറയുന്നുണ്ട്, അത്ര തന്നെ. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ, നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ കിഴങ്ങില്ലെങ്കിലും ഉള്ളിയും തക്കാളിയും വെച്ചിട്ട് ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ കറി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ പത്തിരി തവ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി പത്തിരിയും കൂടെ ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ റഫീഖ് കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് പത്തിരിയെങ്കിലും ചുട്ടെടുക്കട്ടെ.
അപ്പം ഞാൻ വന്നപാടെ കുളിച്ചിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വേഗം പണി തീരും. എന്നാലും അതിൻ്റെ ഇടയിൽ അതങ്ങ് നടന്നു കഴിഞ്ഞാൽ അതങ്ങ് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കയറി കുളിച്ചതാണ് കേട്ടോ. പിന്നെ മടി വരും കേട്ടോ. നടന്ന് വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞിരുന്ന് കുറച്ച് സമയം കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ കുറേ സമയം കഴിയും, കുറച്ച് സമയമല്ല കഴിയുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ റഫീഖാൻ്റെ ബർത്ത്ഡേൻ്റെ വ്ളോഗ് കണ്ടിട്ട് കുറേ പേര് വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റഫീഖാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഫീഖ് എല്ലാ കമൻറ്റും കണ്ടിട്ടുണ്ട്, റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കുറേ പേരെ കമൻറ്റ്, നല്ല നല്ല കമൻറ്റും കാര്യങ്ങളും എല്ലാവരും കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. സാധാരണ ഞാൻ വീഡിയോയിൽ കുറേ സമയമൊന്നും കാണിക്കുന്നത് പൊതുവേ ഇഷ്ടമല്ല. ഇപ്പം ഇങ്ങനെ മാറി മാറി വരുന്ന മടിയാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിലൊക്കെ സംസാരിക്കാനും. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് കേട്ടോ, മടിയില്ലാതെ സംസാരിക്കും. പക്ഷെ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്ലാൻ ചെയ്യലാണ് കേട്ടോ. എന്നിട്ട് ഫുൾ അബദ്ധമാണ് ചെയ്യുക. ഒരു ഒരുക്കുണ്ടാവും. അപ്പോൾ എന്താണെന്നറിയില്ല, ഒരുക്കാണ്, ഒരു ശീലമില്ലാത്ത കാര്യം ചെയ്യുന്ന പോലെ. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നലാണ് കേട്ടോ. അല്ലാണ്ട് നല്ലോണം സംസാരിക്കുന്ന ആളാണ് കേട്ടോ. ക്യാമറയിൽ അങ്ങനെ സംസാരിക്കാത്തതാണ്. അപ്പം അങ്ങനെ അപ്പം എൻ്റെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റഫീഖ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വേഗം കൊടുക്കട്ടെ. അപ്പോൾ ഈ പത്തിരി തവയില്ലേ, പത്തിരി തവ ചിലരിതൊക്കെ ഇങ്ങനെ പൊള്ളച്ച് വരും, വളഞ്ഞു വരും എന്നൊക്കെ പറയലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടില്ല, ഇപ്പം ഞാൻ ഈ ഒരു ബർണറിൽ വെച്ചിട്ടല്ലേ ചുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചുട്ട് കഴിഞ്ഞ ഉടനെ ആ ചൂടോട് അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ ആ ചൂടോട് അപ്പുറത്തെ ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കുക. നിലത്തല്ല, ഇതുപോലെ അപ്പുറത്തെ അടുപ്പിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവച്ചാൽ മതി. ഇങ്ങനെ അതുകൊണ്ടൊക്കെ ആവാം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ചുട്ട് കഴിഞ്ഞൂടെ എനിക്കത് കുറേ ആയിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്, ഒരു കംപ്ലൈൻറ്റും അതിനില്ല കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഓർമ്മയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാ ഇനി റഫീഖ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. നമ്മളിപ്പോൾ കഴിച്ചിട്ടില്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കാരണം അത്രയും നേരത്തെയാണ്. ഇപ്പോൾ റഫീഖ ഭക്ഷണമൊക്കെ കഴിച്ച് റഫീഖ പോയിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പുല്ലും നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇൻ്റർലോക്കിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ മുറ്റത്തൊക്കെ കണ്ടില്ലേ ഒരു എന്താ പറയുക, ആ ഒരു പച്ച പായൽ പോലത്തെ സംഭവം അത് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മൂടലാണ് കേട്ടോ. മൊത്തത്തിലൊരു മഴക്കാറിൻ്റെ ഒരു മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ മഴ പെയ്യാനുള്ളൊരു ഇതാണ് രാവിലെ തന്നെ ഉള്ളത്. ഞാൻ നേരത്തെ മുറ്റടിച്ചിട്ട് പിന്നെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അകത്തുള്ള ഓരോ പണികളങ്ങ് ചെയ്തു തീർത്താൽ മതിയല്ലോ. അപ്പോൾ ആ സമയത്താണ് എൻ്റെ കണ്ണ് നമ്മളെ ചാമ്പക്ക മരത്തിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ചാമ്പക്ക ഉണ്ടായത് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പഴുത്ത് നിൽക്കുന്നുണ്ട് ചാമ്പക്ക. ഞാൻ വിചാരിച്ചു നമ്മൾ ചാമ്പക്ക മരം ഇങ്ങനെ ഒരു പുഴുക്കോടെ എന്തോ ഉണ്ടായിട്ട് ഉണങ്ങിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലുണ്ടായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ വീഡിയോയിലും ഫോണിലൊക്കെ ചാമ്പക്ക പറിക്കുന്നതൊക്കെ ഷോർട്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കില്ലല്ലോ, ഇപ്പോൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നിറച്ചുണ്ടായേനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വെറുതെ ഇങ്ങനെ കണ്ടുപോയതാണ്. അപ്പോൾ അതാ പഴുത്ത് നിൽക്കുന്നുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അത് ശരിക്കും വീണ് നശിച്ചു പോയേനെ കേട്ടോ. നല്ല മധുരമുണ്ട്. അപ്പോൾ അത് കുറച്ച് പറിച്ചു, ബാക്കിയും കൂടെ അതിലുണ്ട്. അപ്പോൾ അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അകത്തെ പ്ലാന്റ് ഒന്ന് ചേഞ്ച് ആക്കാനുണ്ട് കേട്ടോ. ഒന്ന് വേറൊരു പ്ലാന്റ് കൊണ്ടുവെക്കട്ടെ എന്ന് വിചാരിച്ചു. ശരിക്കും ഒരു ഫ്രഷ് ഡേ തുടങ്ങുന്നതിന് കാരണമാകുന്നൊരു കാര്യമാണ് കേട്ടോ അത്. നല്ലൊരു പ്ലാന്റ്, നമുക്കിഷ്ടമുള്ളൊരു പ്ലാന്റൊക്കെ അകത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നലുണ്ട് കേട്ടോ. ഒരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഇപ്പോൾ ഞാനിങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റഫീഖ അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വരും, അല്ലെങ്കിൽ രാത്രി വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയും കേട്ടോ. നമ്മൾ രണ്ടാളും ചിലപ്പം നന്നായിട്ടുണ്ട് പറയും, ചിലപ്പം അതിനൊരു അഭിപ്രായം പറയും. അതിങ്ങനെ അതിങ്ങോട്ടേക്ക് ഇത് അപ്പുറത്തേക്ക് എന്നൊക്കെ പറയും കേട്ടോ.
അപ്പോൾ അതും അതൊക്കെ ഒരു രസമല്ലേ. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളിഷ്ടമുള്ള രീതിയിൽ, നമുക്കിഷ്ടമുള്ള രീതിയിൽ കേട്ടോ, അത് നിങ്ങളെ കണ്ണിന് എത്രത്തോളം ഭംഗിയുണ്ടോ എന്തോ എനിക്കറിയില്ല, എൻ്റെ കണ്ണിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാനത് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഒന്നാക്കി വെക്കും. എന്നിട്ട് അപ്പോൾ അത് കാണുന്നതൊക്കെ നമ്മളെ മൈൻഡ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പൂന്തോട്ടത്തിൽ നമ്മളൊരു ചെടി നട്ടു, അതിലൊരു പൂവുണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദം ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളുകൊണ്ട് ശരിക്കും ഇഷ്ടത്തോടെയാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെ പ്രായത്തെ വരെ ചെറുക്കാൻ അതിന് കഴിവുണ്ട് എന്നാട്ടോ പറയുന്നത്. ആ ഒരു ഹാപ്പിനെസ്സിന് അതാ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു സ്ട്രെസ്സായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇനിയിപ്പോൾ അകൊക്കൊന്ന് ഒതുക്കി പെറുക്കി വെക്കട്ടെ കേട്ടോ. അതെന്തായാലും ഉണ്ടാവും കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ, ടീ പോയിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ. ഞാൻ ഒതുക്കി പെറുക്കുന്ന സമയം സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങുക കേട്ടോ ചെയ്യുക. ഓരോന്ന് അവിടെ നീണ്ടാവും ചെരുപ്പ് സാധനങ്ങൾ, നമ്മൾ നടക്കാൻ പോയിട്ടുള്ള ഷൂ. അപ്പോൾ അതിപ്പോൾ നമ്മൾ നടന്ന് വന്ന് ഞാൻ അത് കൈ പിടിച്ചിട്ട് തന്നെ നേരെ റാക്കിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെക്കും. പക്ഷേ റഫീഖ വരുമ്പോൾ നേരെ അത് അവിടെ അഴിച്ചിട്ടിട്ടും വരും കേട്ടോ. അപ്പോൾ എന്തായാലും അതെടുത്തിട്ട് പിന്നീട് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ടാവും. വീട്ടിലിടുന്ന ചെരുപ്പ്, പുറത്തേക്ക് ഇട്ടത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സിറ്റ് ഔട്ട് മുതലേ നമുക്ക് ലിവിങ്, ബെഡ്റൂം പിന്നെ പറയണ്ടല്ലോ. പോയി കഴിഞ്ഞാൽ എന്തായാലും ഡ്രസ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ബ്ലാങ്കറ്റ് കാര്യങ്ങൾ എല്ലാം ഒന്ന് ക്ലീനാക്കി വിരിക്കാനും എല്ലാം ഉണ്ടാവും കേട്ടോ. മൊത്തത്തിൽ എന്താ പറയുക, ഒന്ന് ഒതുക്കാൻ എല്ലാം മൊത്തത്തിൽ വീട് മൊത്തം എന്തായാലും ഒരു ഒതുക്കൽ. അന്ന് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ക്ലീനിങ്ങിന് ഇല്ലെങ്കിലും ഇത് നമുക്ക് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണെങ്കിലും എത്ര ടൈമില്ലെങ്കിലും ഞാൻ ഓടി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതൊരു 10 മിനിറ്റ് ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ മൊത്തം വീടൊന്ന് ക്ലീനായ പോലെ തോന്നലുണ്ട്. പിന്നെ കുട്ടികളാകുന്ന സമയത്ത് എന്തായാലും അവർ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കഴിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് അവർ അവിടെ ഇവിടെ ഒക്കെ ഇടും. പക്ഷെ വലിയവരാകുന്ന സമയത്ത് അതുണ്ടാവില്ല. സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ മോശമായിട്ടുള്ള വൃത്തികേടായിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ല കേട്ടോ. അതാണൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ എന്ത് വെക്കുകയാണെങ്കിലേ ഇടയ്ക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഡെക്കോർ ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തിലോ മണ്ണിലോ എന്തെങ്കിലും പ്ലാന്റ് വെച്ചിട്ടുണ്ടാവും, അതൊക്കെ ഇലയൊക്കെ വാടി അല്ലെങ്കിൽ വെള്ളമൊക്കെ മോശമായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകിൽ വെക്കാണ്ടിരിക്കുക. വെക്കുന്ന സംഭവമാണെങ്കിൽ നമ്മളതൊന്ന് ചെക്ക് ചെയ്യുക, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പൊടിയൊന്നും പിടിച്ച് നിൽക്കാതെ ഒന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ നമ്മളെ വീടിൻ്റെ ആ ഒരു ഭംഗി കുറക്കുന്ന, നമ്മളെ ഒരു ഫ്രഷ്നെസ്സും നമ്മളെ മൈൻഡൊക്കെ എന്താ പറയുക നന്നാവാത്തൊരു കാര്യമാണത്. അതൊക്കെ ഫ്രഷായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനൊന്നും അത്ര സമയമൊന്നും വേണ്ട കേട്ടോ. സെക്കൻഡുകൾ മതി നമ്മളതൊന്ന് ക്ലീനാക്കി എടുക്കാനും അവിടെ നല്ല ഭംഗിയായിട്ട് വെക്കാനും. ടേബിൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇടം എപ്പോഴും നല്ല നീറ്റാക്കി നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് ആ ഒരു മോശം കാര്യങ്ങളൊക്കെ മാറ്റി നല്ല ക്ലീനായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കിച്ചണിലാണെങ്കിലും ശരി, നമ്മൾ ഡൈനിങ് ഹാളിലാണെങ്കിലും ശരി. ഇനിയിപ്പോൾ അടുത്തത് വാഷ് ബേസിൻ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതെന്നും ക്ലീൻ ആക്കണം കേട്ടോ. ജസ്റ്റ് ഒരു തവണ കൈ കഴുകിയാലും എനിക്കതൊന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ടൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. മാത്രമല്ല നമ്മൾ ഗ്ലാസിൻ്റെ മുകളിലേക്ക്, അതിൻ്റെ ബാക്കിലുള്ള ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇവിടെ കൈ ഒരു തവണ കഴുകി കഴിഞ്ഞാൽ തന്നെ അപ്പുറത്തേക്ക് ഇത് നിങ്ങൾക്ക് കാണാം, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഇതാണ്, സിങ്കാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. വാഷ് ബേസാണ് അതിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരാൾ കൈ കഴുകുമ്പോൾ തന്നെ ഗ്ലാസ്സിലേക്ക് വെള്ളം തെറിക്കും ചുറ്റിലേക്കും. അപ്പോൾ ഡെയിലി ഇത് ക്ലീൻ ചെയ്യണം കേട്ടോ. ഒന്ന് തുടച്ച് റെഡിയാക്കി ഇട്ടാലാണ് ഒരു നീറ്റായിട്ട് കിടക്കുകയുള്ളൂ. മാത്രമല്ല വുഡായതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം അതിൻ്റെ സൈഡിലൂടെ കായിക്കഴിഞ്ഞാൽ അധികം ആവാതെ
ഒന്ന് തുടച്ചെടുത്തിട്ടും അവിടെ എപ്പോഴും ഒന്ന് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വുഡാണെങ്കിൽ നമ്മളിത് കംപ്ലീറ്റ് വുഡാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാനതെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം കൈയൊക്കെ കഴുകി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് തുടച്ച് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ കറിക്ക് വേണ്ടി പറിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിലല്ലേ, അതൊക്കെ ഒന്ന് ബോക്സിലിട്ട് വെക്കട്ടെ. സാധാരണ ഞാനിങ്ങനെ നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില അങ്ങനെ പറിച്ച് വെക്കാറൊന്നുമില്ല കേട്ടോ. ചട്ടി വെക്കുമ്പോൾ ഓർമ്മ ഉണ്ടാകുമ്പോൾ ഓടിയിട്ട് കറിവേപ്പില പറിച്ച് കൊണ്ടുവരലുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ വേണം, ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കലും കറിവേപ്പില പറിക്കാൻ ഓടലും എല്ലാം കൂടെ ആകെ ബഹളാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറേയൊന്നും ഇങ്ങനെ ബോക്സിലേക്ക് ആക്കി വെക്കൂല. ഇങ്ങനെ 2 തണ്ടൊക്കെ പറിച്ചിട്ട് ബോക്സിലിട്ട് വെക്കും. അത് തീരുമ്പോൾ വീണ്ടും പോയിട്ട് പറിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഇതിപ്പോൾ മല്ലിയില പറിച്ച കൂട്ടത്തിൽ ഒരെണ്ണം റഫീഖ് ഇങ്ങനെ വേര് അടക്കം ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കള പറിച്ച കൂട്ടത്തിൽ പോകുന്നതാണ്. അപ്പോൾ അത് കഴുകിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്നും വെക്കാത്തത്, അത് കറിവേപ്പില പിന്നെ വെക്കേണ്ട കാര്യമില്ല, മല്ലിയില വെക്കാത്തത് അത് തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് വെക്കാത്തത്. കുറച്ചധികം ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ മുകളിൽ വെക്കണേ, എന്നാലാണ് ആ ഒരു നനവ് അതിലേക്ക് ഇറങ്ങാതെ കുറേ നാൾ നമുക്ക് മല്ലിയില കാര്യങ്ങളൊക്കെ. പിന്നെ കറിവേപ്പിലൊക്കെ കിട്ടാത്തവർ കുറേ നാൾ സ്റ്റോർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ടിഷ്യൂ പേപ്പർ വെക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്, പിന്നെ ഞാൻ കുറേ അധികം സ്റ്റോർ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ വെക്കാണ്ടിരുന്നത്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടെ. പാത്രം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയ സമയത്ത് അപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചൺ കബോർഡിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സ്മെല്ലൊന്നും ഇല്ലാതെ എങ്ങനെയാണ് വെക്കുക എന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെ പാത്രം കഴുകിയിട്ട് നനവോട് കൂടിയിട്ട് കിച്ചണിൻ്റെ കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കാണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നോക്കിയാൽ തന്നെ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും പൂപ്പലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ തണുപ്പ് ഏരിയ അങ്ങനെയൊക്കെ ആ ഒരു ഏരിയയിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ആ വെയിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെയിലില്ലെങ്കിലും വെറുതെ എങ്കിലും ഉച്ചയ്ക്ക് ശേഷം അതൊന്ന് തുറന്ന് വെക്കുക. അതിൻ്റെ ഡോറുകൾ ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കുക. ആ ഒരു എന്താ പറയുക, ആ ഒരു വായുസഞ്ചാരമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെയൊന്ന് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ. പിന്നെ ഡ്രൈ ആക്കി വെക്കുക, അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ റഫീഖാൻ്റെ കൂടെ. അപ്പോൾ ഞാനും വാവയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അകം അടിച്ചു വരാനായിട്ട് വന്നത് കേട്ടോ. പിന്നെ ഇതാ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള നല്ലൊരു സ്പ്രേ ഞാൻ മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് ലിവിങ്ങിലും ഹാളിലൊക്കെ ഇതുപോലെ മാറ്റിലോ സെറ്റിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിലില്ലേ, ഇപ്പോൾ നമ്മൾ വീട് എപ്പോഴും തുറന്നിടുകയൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ തുറന്നിട്ടാലും അതിൻ്റെ ഒരു പരിധിയില്ല. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ആ ഒരു മോശം സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല സ്മെല്ലുണ്ടാകും നമ്മളെ വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇന്നത്തെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ 11:30 ആയിട്ടുണ്ട്. 9 മണിക്ക് എൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2.5 മണിക്കൂർ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ദുഹൂർ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 1 മണി 1:10 ആയിട്ടുണ്ട്. 2 മണിക്കാണ് കേട്ടോ റഫീഖ വരിക. അപ്പോൾ അപ്പോഴത്തേക്കും ഇനി നമ്മളെ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ലഗോൺ ബിരിയാണി ഇല്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കിലോ ബിരിയാണി, അതിലേക്കായിട്ട് 2 വലിയ സവാള, 1 വലിയ തക്കാളി, 4 പച്ചമുളക്, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇത്രയും എടുത്തിട്ടുണ്ട്. 1/2 കിലോ ബീഫായാലും മട്ടനായാലും ഒക്കെ ചിക്കനായാലും ഒക്കെ ഈ ഒരു അളവിലാണ് കേട്ടോ നിങ്ങൾ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ വേഗം പരിപാടികൾ നോക്കണം, കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പോൾ കുക്കറിലേക്ക് നമ്മളെ ചിക്കൻ ലഗോൺ ചിക്കനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ച ശേഷം ഒരു 5-10 മിനിറ്റ്, ഒരു 5 മിനിറ്റിലേറെ, ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ ഇട്ട് വെക്കും കേട്ടോ. അപ്പോഴാണ് അത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അത്യാവശ്യം വേവുണ്ടല്ലോ അതിന്, നല്ല ഫ്ലേവറാട്ടോ. ഇതുകൊണ്ട് നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ചിക്കനിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അടച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ചിക്കനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. നമുക്ക് മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ചിക്കൻ അവിടെ വേവട്ടെ, അതിന് വേവുണ്ടല്ലോ. എന്നിട്ട്
വേഗം ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ട് അതും കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മസാലക്കുള്ള കാര്യങ്ങളും റെഡിയാവും. പിന്നെ ചോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ദം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ അതിലേക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി, ഉള്ളി എല്ലാം കട്ട് ചെയ്തു. തക്കാളി ഞാൻ അടിഭാഗത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. കാര്യം അടി പിടിക്കുന്ന ചെറിയ അളവല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ. കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്, എന്നാലും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഒരുപാട് ബിരിയാണികൾ നമ്മൾ റെസിപ്പി ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ദം ബിരിയാണിയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഫിഷ് ബിരിയാണി, മന്തി, ഫിഷ് മന്തി എല്ലാം ചെയ്തിട്ടുണ്ട്, മട്ടൻ ബിരിയാണി എല്ലാം. അപ്പോൾ പുതിയ വ്യൂസിനോടാണ് പറയുന്നത്, നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കണ്ടു നോക്കുക കേട്ടോ. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു തവണ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഭയങ്കര ഈസി ബിരിയാണിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ റെസ്റ്റോറൻറ്റിന്നൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ കല്യാണം വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ബിരിയാണിയാണ് കേട്ടോ നമ്മളെ ബിരിയാണി എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസോ 1/2 ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മിക്സ് ആക്കുകയൊന്നും വേണ്ട. അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടെ വെച്ചിട്ട് നമ്മൾ അപ്പോഴത്തേക്കും നമ്മൾ മസാലയും കൂടെ റെഡിയാക്കി ഇട്ടു. എന്നിട്ട് ഓഫാക്കിയിട്ട് എയർ പോയതിന് ശേഷം റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ കറണ്ട് വന്നും പോയും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ വീഡിയോയിൽ കളർ ചേഞ്ച് വരും കേട്ടോ. നമ്മളിപ്പോൾ വാം ലൈറ്റിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണീൻ്റെ മസാല റെഡിയാക്കട്ടെ. അതിനേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാട്ടെ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ മസാലയിൽ ആദ്യം ചേർത്ത് കൊടുത്തു, അതിൻ്റെ ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയേ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ, 1/2 കിലോ ആണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് റൈസ്. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കരിഞ്ഞു പോകരുത് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുകയോ ചെയ്യുക ഈ ഒരു സമയത്ത്. എന്നിട്ട് നമ്മൾ ഓഫാക്കി വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി ആ ഒരു മിക്സ് ഇല്ലേ, അതങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാവും, നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തല്ലോ, അതങ്ങനെ വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. അതാ മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കണേ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് സവാളയൊക്കെ വഴറ്റി വരുന്നൊരു ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ മസാലയിൽ ഉപ്പൊട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലേക്കായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്രേവി കുറച്ചുകൂടെ ആവശ്യമുണ്ട് കേട്ടോ. എന്നാലാണ് നല്ല സോഫ്റ്റ് റൈസ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എൻ്റെ ഈ ബിരിയാണി ഞാൻ തൈര് ചേർത്ത് കൊടുക്കാറില്ല, അതാണ് പറഞ്ഞത്. പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോയാലും ശ്രദ്ധിക്കേണ്ടത് പുളിയോ മധുരോ ഉപ്പോ മുന്നോട്ട് നിൽക്കരുത് കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചതില്ലേ, അത് കുറച്ച് വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു ഫുള്ളൊന്നുമില്ല കേട്ടോ, അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ആയി പോകാണ്ടിരിക്കുക, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. നമുക്കൊരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ വേണ്ടത്. ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയല്ല നമ്മൾ ബിരിയാണിക്ക് വേണ്ടത്. അപ്പോഴാണ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നല്ല എന്താ പറയുക, ആ ഒരു സോഫ്റ്റ് ബിരിയാണി റൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. ഇതാ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ. ഈ ഒരു ചിക്കന് സാധാ ചിക്കനും ഡിഫറെൻ്റ് ആണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്, ഹോർമോണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റുമാണ്, നല്ല ഫ്ലേവറാണ് കേട്ടോ. പക്ഷേ മറ്റേതുപോലെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടാവില്ല, കുറച്ചിങ്ങനെ എല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ടെ കുറച്ച് സമയം. വെന്ത് പോകുന്നുള്ള പേടി ഇതിനില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഉണ്ട്. ഞാൻ നെയ്ച്ചോറ് അപ്പുറത്തുനിന്ന് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ഞാൻ പെർഫെക്റ്റ് ഗീ റൈസ് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ തവണ ഉണ്ടാക്കിയിട്ടുള്ളതുമാണ്, അതുകൊണ്ട് അത് കാണിക്കുന്നില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചിട്ടുണ്ട്, കണ്ടു നോക്കിക്കോട്ടോ ആവശ്യമുള്ളവർ. പിന്നെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഇനിയിപ്പോൾ ഇതാ റൈസ് പോകുന്ന സമയം കൊണ്ട് ഞാനിതാ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടത്തൈര് എടുത്തിട്ടുണ്ട്, അതിലേക്കൊരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും അത്രയും ഇട്ട് കൊടുക്കുന്നു, സവാളയൊന്നും
ഇട്ട് കൊടുക്കുന്നില്ല. ഇവിടെ തൈരും ചമ്മന്തിയും ആർക്കും നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊരു ചടങ്ങാണല്ലോ നമുക്ക് ബിരിയാണീൻ്റെ കൂടെ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ചിലർക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ ചമ്മന്തി നിർബന്ധം എന്ന് പറയും. അതുപോലെ തന്നെ ഉള്ളിയിട്ട നമ്മുടെ കച്ചമ്പർ അല്ലെങ്കിൽ സാലഡ് ഇല്ലേ, അത് നിർബന്ധമാണെന്ന് പറയും. നമുക്കിവിടെ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. ചിലരങ്ങനെ പറയുന്നേക്കാം, ഉള്ളി തൈര് വേണം, ചമ്മന്തി വേണം എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ഞാനവിടെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് ലഗോൺ ബിരിയാണി, ലഗോൺ ചിക്കൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തത്. സാധാ ചിക്കൻ ആണെങ്കിൽ ഇത്ര കുറേ സമയം വെച്ച് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മസാല സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ റൈസും കൂടെ ഞാൻ 1/2 കിലോ റൈസാണേ, കൈമ റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതാ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുക. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കേണ്ട കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇതാ ഇനി കുറച്ച് പാലെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പാല് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ പാലൊഴിച്ചാൽ പച്ചവെള്ളത്തിന് പകരം പാലൊഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റിയാണ്, അതിന് വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. കുറച്ച് മല്ലിയിലിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഉള്ളിയൊന്നും ഫ്രൈ ചെയ്തിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് കിസ്മിസ് ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ആ നെയ്യും കൂടെ അതിൻ്റെ മുകളിലേക്ക്, നമ്മളിതുവരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ആ നെയ്യും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തേ. ഇങ്ങനെ വെക്കുന്ന ബിരിയാണിക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയേ, നമ്മളെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത്, ഗീ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഞാൻ റൈസിലേക്ക് ചേർക്കും കേട്ടോ. അത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക, എത്ര കിലോ വെക്കുകയാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണിക്കില്ലേ ഓവർ നെയ്യും കാര്യങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ മസാല ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്, റൈസ് ഞാൻ ഉണ്ടാക്കുന്നത് ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദം ചെയ്യുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും, നിർബന്ധമാണെങ്കിൽ മാത്രം. മട്ടനിലേക്കൊക്കെ നമുക്ക് വളരെ കുറച്ച് നെയ്യ് മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി ഞാനൊരു 5 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫീക്ക വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വിളമ്പിയ റൈസ് നല്ല വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്, പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വരികയല്ലേ. പക്ഷേ ഞാൻ വിളമ്പുമ്പോഴത്തേക്കും റഫീഖക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു മരണം ഉണ്ടായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് കേട്ടോ, മയത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ റഫീഖ വേഗം അപ്പം തന്നെ പോയി. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചോ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നോക്കണ്ട, ഇപ്പോഴൊന്നും വരില്ല, എല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റഫീക്ക പോയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ആ മിക്സാക്കുന്ന സമയത്തായിരുന്നു കോൾ വന്നത്. അപ്പോൾ പിന്നെ വേഗം വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്, പക്ഷേ വരുന്നുണ്ടാവില്ല ഇനി. അങ്ങനെ തന്നെയാണ്, ഇനിയിപ്പോൾ എല്ലാം കഴിയണം, മറവെയിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി വരുന്നുണ്ടാവുള്ളൂ. വൈകുന്നേരമാണ് കേട്ടോ മറവ് ചെയ്യാന്ന് പറയുന്നത്, കറക്റ്റ് സമയം എനിക്കറിയില്ല. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചിക്കൻ ലഗോൺ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മൾ ലഗോൺ ചിക്കൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാലേ. ഇവിടെ ശരിക്കും നമ്മളിവിടെ കല്യാണത്തിന് ചില വീടുകളിലല്ല എവിടെയാണെങ്കിലും നമ്മൾ തലേ ദിവസം പോയി കഴിഞ്ഞാൽ ചിക്കൻ ലഗോൺ ദം ബിരിയാണി ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റാട്ടോ ആ ഒരു ബിരിയാണിക്ക്. അപ്പോൾ അത് എന്താ പറയുക, അടിപൊളി ബിരിയാണി. നമുക്ക് എല്ലായിടത്തും കിട്ടുന്നൊരു ബിരിയാണി അല്ല അത്. സാധാ ബിരിയാണി നമുക്ക് എവിടെ നിന്നും കിട്ടും, ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയും അങ്ങനത്തതൊക്കെ. പക്ഷേ ഇത് വല്ലപ്പോഴും കിട്ടുന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മളെ വായിൽ ഇങ്ങനെ നിൽക്കും, ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ബിരിയാണിക്ക്. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾ സാധാ ചിക്കൻ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ റെസിപ്പിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. പിന്നെ ഇപ്പോൾ ദാ ഞാനും വാവയും ഫുഡ് കഴിക്കട്ടെ, റഫീക്ക വരുന്ന സമയത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വൈകുന്നേരം ആയിരിക്കും വരിക, അപ്പോൾ വൈകുന്നേരം കഴിച്ചോളും. ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോകേണ്ടി വരില്ല, ഇനിയിപ്പോൾ പോകേണ്ടി വരില്ല, വൈകുന്നേരം ആവില്ല അപ്പോഴത്തേക്കും. നിങ്ങളെ കഴിഞ്ഞ വീഡിയോക്കുള്ള കമൻറ്റിന് റിപ്ലൈ കുറച്ചൊക്കെ തരാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നാളേക്കായിട്ട് ഞാൻ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളും ഒക്കെ, കമൻറ്റിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കമൻറ്റിന് റിപ്ലൈ കൊടുക്കുമ്പോഴാണ് ഇത് കാണുമ്പോൾ അവരുടെ പേരും നോട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നോട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ വരും വീഡിയോയിലൊക്കെ ആയിട്ട്. പിന്നെ നമ്മളെ
ഫാമിലിയിൽ ഒരു വിശേഷം കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റമൽത്തല്ലേ, റഫീഖാൻ്റെ പെങ്ങള്, ചെറിയ പെങ്ങള്, റമൽത്താൻ്റെ മോള് മച്ചുവിൻ്റെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ, മച്ചുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ ഈ വരുന്ന 26-ന്, അതായത് വരുന്ന തിങ്കളാഴ്ച. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാമല്ലോ, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും റഫീഖ വന്നിട്ടില്ല. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ. 5:30ക്കാണ് മയ്യത്ത് മറവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു 6 മണിയാകുമ്പോഴത്തേക്കും എന്തായാലും എത്തും. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റും ലൈക്കും അത് മസ്റ്റാണ് കേട്ടോ, മറന്നു പോകരുത്. പിന്നെ ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടത് ഇനിയുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.